ഹായ് ഫ്രണ്ട്സ്, പപ്പയാണ്. അപ്പോൾ നമ്മൾ തോട്ടപ്പള്ളി റൂട്ട് പോവുക കേട്ടോ. തോട്ടപ്പള്ളിക്ക് പോവുക. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പുറക്കാട് വരെ പോയല്ലായിരുന്നു. നമ്മൾ ഇന്നിപ്പം അതിൻ്റെ അപ്പുറത്തോട്ട് പാങ്ങ് കാണണം, വല വെക്കാനുള്ള സ്ഥലം കാണണം. അപ്പോൾ നമ്മളിങ്ങനെ അങ്ങോട്ട് പോവുക. നമ്മളിന്ന് അപ്പം പാങ്ങൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ നോക്കി നമ്മൾ തോട്ടപ്പള്ളി വരെ പോകും കേട്ടോ. ഇല്ലിച്ചിറ പള്ളിയാട്ടോ, ഇല്ലിച്ചിറ പള്ളി. നമ്മളിപ്പോഴല്ല അങ്ങ് വരെ പോയച്ചാണ് കേട്ടോ. തോട്ടപ്പള്ളി തൊട്ടിപ്പുറം അങ്ങൊരു ടവർ നിൽക്കുന്നുണ്ടോ, അതാണ് തോട്ടപ്പള്ളി സ്പിൽവേയുടെ ഭാഗം കേട്ടോ. ഞങ്ങളപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു പോരും. അങ്ങോട്ട് പോയിട്ട് നമുക്ക് വല വെക്കാനൊന്നും പാങ്ങൊന്നും. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇല്ലേ അപ്പറേ വല വെച്ചപ്പം നമുക്ക് കടിഞ്ചായൊക്കെ കൊണ്ടെത്താൻ നാളാണ് കേട്ടോ. മദനാണ് ഇന്ന് പോയില്ലേ, കക്ക വരാൻ പോയില്ലേ? ആണോ? നടക്കട്ടെ, ഞങ്ങൾ വിട്ടോട്ടെ, ഞങ്ങൾ വിട്ടേക്കുവോ. ഇവിടെ വെള്ളക്കുറവും ഇതെല്ലാം ഭയങ്കര വെള്ളക്കുറവ്. അത് നമുക്ക് 2-3 ദിവസമാകും. കാരണം അതേ നമുക്ക് നമ്മുടെ പണിയാണെങ്കിൽ വെട്ടി അങ്ങ് തള്ളി വിടാൻ പറ്റത്തില്ല. അതൊന്നെങ്കിൽ മറച്ചിടണം. അപ്പം അങ്ങനെ വെച്ച് നോക്കാത്ത ആ ചവറ് നമുക്ക് 2 ദിവസം എടുക്കും അല്ലേ? അപ്പം 2 ദിവസം തീർത്ത് പണിതാൽ തീർത്തു. അതൊരു വളവായതുകൊണ്ടേ ഇഷ്ടം പോലെ പിറ്റേ ദിവസം അതേ കണക്ക് പണിയണം. കഴുത വല്ലതും വരുന്ന ഫലമാണെങ്കിൽ റെഡി. നമ്മൾ ഇവിടുന്ന് ഇറങ്ങുക കേട്ടോ. ഇവിടെ എല്ലാം ഉണ്ടല്ലോ പൊക്കോ എന്ന് പറഞ്ഞാൽ മുട്ടറ്റം വെള്ളമേ ഉള്ളു. ഈ ഭാഗമൊക്കെ കണ്ട ഇതെല്ലാം മുട്ടറ്റം വെള്ളമേ ഉള്ളു. ആ കടകലൊക്കെ നിലത്ത് പതിഞ്ഞ് കിടക്കുക, നിലത്ത് മുട്ടി നിൽക്കുക. സാധാരണ നമ്മൾ ഈ ആറ്റ് വരാൻ നേരത്തെ പോളയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി പോകുമ്പോഴേ ചൂളി കൊത്തി പോകണം. അതെ, ഈ സ്ഥലം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്നൊന്ന് ആലോചിച്ച് വയ്ക്കുന്നത്. ഈ സ്ഥലം ഇതാണ് അപ്പാപ്പിയുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ ഒരു വീഡിയോ. അത് ഇവിടുന്ന് മീൻ പിടിക്കുന്ന വീഡിയോ കേട്ടോ. മറ്റേ കൈതക്കാട്ടിലെ ചക്കക്കൊമ്പൻ എന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ ഉണ്ട്. അതാണ് അപ്പാപ്പിയുടെ ഏറ്റവും, അതായത് പോപ്പുലർ വീഡിയോ, ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടൊരു വീഡിയോ ആണത് കേട്ടോ. കൈതക്കാട്ടിലെ ചക്കക്കൊമ്പൻ. അതിപ്പോൾ ഒരു വർഷമായിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഞാൻ നമ്മളെ സുനി ബ്രോ, ചെറുക്കാനൻ, നമ്മുടെ അമൽ ബ്രോ ഇടയ്ക്ക് വരുന്നുണ്ട് വീഡിയോ എടുക്കാനായിട്ട്. നമ്മൾ അമൽ ബ്രോയും വരുന്നുണ്ട്. ഞങ്ങൾ 4 പേരുടെ കൂടി മീൻ പിടിച്ച സ്ഥലമാണ്. അവിടെ പൊക്കമാണ് കേട്ടോ. അവിടെയും ഇപ്പം വെള്ളം, ഈ ഷട്ടർ കാരണം വെള്ളം ഒരുപാടങ്ങ് താന്ന് പൊക്കമായി. അപ്പോൾ ഞങ്ങളിപ്പോൾ തിരിച്ചു പോകും. അപ്പോൾ നമ്മുടെ കഞ്ഞിപ്പാടം ഭാഗത്തായിട്ട് ഒരു പാങ്ങ് കിടപ്പുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ കുറേ നാളായിട്ട് കിടപ്പുണ്ട്. അപ്പം നമ്മളെ ഒരു ചെറുതായതുകൊണ്ട് നമ്മൾ നോക്കാതെ വിട്ടാ. പക്ഷെ എന്തൊക്കെയാണ് ഞങ്ങൾ തിരിച്ച് കഞ്ഞിപ്പാടം പോയിട്ട് അതാ പണിയാൻ പോണ കേട്ടോ. അതെ. അപ്പാ നമ്മുടെ സുനിബ്രോയുടെ പരിപാടി എന്താണെന്നറിയാമോ? മാർച്ച് 14-ാം തീയതിയാ 1 വർഷം തികയുക. നമ്മുടെ സുനിബ്രോ നമ്മളെ വിട്ട് പിരിഞ്ഞിട്ട് 1 വർഷം തികയുക. മാർച്ച് 14 സുനിബ്രോ എന്ന് പറയുമ്പോൾ നമ്മുടെ അപ്പാപ്പിക്ക് അപ്പൻ എങ്ങനെയാണോ അതേ കണക്ക് തന്നെയായിരുന്നു സുനിബ്രോ. കാരണം സുനിയുടെ പായസം എന്നാലും വെച്ച് നമുക്ക് നടത്താം. നമുക്ക് അന്നത്തെ ദിവസം ഒരു പരിപാടി നടത്താം. തോടിന് അകത്തോട്ട് കയറി വല്ലതും കാണുന്നുണ്ടോ? ഇതിൻ്റെ ഒന്നും കാണും. വല വീശിയിട്ടിരിക്കുക ആണോ? ഒരു കരിമീൻ വേണ്ട കേട്ടോ. അതിനാണോ കണ്ടത്?
കാരണം വീട്ടിലേക്ക് പോയി ചേച്ചി പറഞ്ഞാ കടിഞ്ഞായ കുടിച്ചോണ്ട് പോവാം. എന്റെ കൂട്ടർ അവൻ എടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇപ്പൊ അവനെ വീട്ടിൽ കൂടെ തന്നെ അവൻ അപ്പാപ്പിയുടെ കട്ടത്താരം. നമ്മളെ സബ്സ്ക്രൈബറാ കേട്ടാ ശ്രീകുട്ടൻ. ഇപ്പൊ പിന്നെ മെറ്റിലിറക്കാം. ആ ഓക്കെ, സന്തോഷം, കണ്ടേ സന്തോഷം കേട്ടാ. ഓക്കെ. ഓ ഇത് തെള്ളിച്ചമ്മീനാണ്. തെള്ളിച്ചമ്മീൻ ഇതാണ് ഈ കാന. ഇതല്ല കായൽ ചെമ്മീൻ എന്ന് പറഞ്ഞത്. കായ്ച്ചെമ്മീൻ ഇത് കണ്ട, നമ്മള് തെള്ളിച്ചെമ്മീൻ എന്ന് പറയും. ഇതാണ് മറ്റേ ചീന വല, അത് വെച്ച് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഇതാ ഈ വെള്ളത്തിൽ. നമ്മളെ ഷായൻ്റെ വീടില്ല അപ്പുറേ, അപ്പോൾ അവിടെ ഉള്ളാസ് കടിഞ്ചായം കുടിച്ചോണ്ട് പോകാമെന്നും പറഞ്ഞ് അപ്പനും ശങ്കർ ബ്രോയും അങ്ങോട്ട് പോയി. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോകുന്നുണ്ടോ കേട്ടോ. ഇനിയിപ്പം നമ്മൾ ഈ റൂട്ട് ഇനിയിപ്പം ഈ ഒരു മാസത്തേക്ക് ഇനിയിപ്പോൾ ഈ റൂട്ടിലേക്ക് നമ്മൾ കയറത്തില്ല. കാരണം ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് വല വെക്കാനുള്ള കളവൊന്നുമില്ല. അതുകൊണ്ട് ഷായണ്ണ എത്ര ടൈപ്പ് ഉണ്ടോ? 10 മണി 1 2 രാവിലെ ചോച്ചന്റെ കടയിൽ നമ്മൾ ഒരുപോലെ ചായ കുടിച്ച ആളാ. അതെ അതെ അതെ, നമ്മുടെ സബ്സ്ക്രൈബറാ കേട്ടാ. എന്റെ പേരെന്തുവാ? അബി. അബി പണ്ടത്തെ വീഡിയോയിലും ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു, അപ്പുറം വെച്ചോളൂ. ശരിയാ. അതാണ് ഇപ്പം കറങ്ങി വന്ന. നിന്റെ പേരെന്തുവാടാ? യാസി. എടാ നിങ്ങൾക്ക് തന്നെ പഠിത്തം ഇല്ലല്ലേ? 10ാം ക്ലാസ്സിന്റെ മോഡൽ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയല്ലേ പഠിക്കുന്നത്? 9ലാണ്. അപ്പാ ഇവൻ നമ്മള് നേരത്തെ ഒരു വീഡിയോയിലുള്ള ഇവൻ നമ്മളപ്പുറം വല വെച്ചപ്പോ അന്ന് ആറ്റിക്കടന്ന് വിളിച്ചില്ലായിരുന്നു. മിടുക്കന്മാര് നിങ്ങൾ ഇവിടുന്ന് അവിടെ വന്ന് കുളിച്ചിട്ടാ ഇവന്മാര് വിളിച്ചതല്ലേ? പൊന്നപ്പാന്റെ ഒക്കെ അവിടെ വെച്ച് വിളിച്ചില്ലേ നമ്മളെ കഴിഞ്ഞ ദിവസം? ഇവന്മാരാ കേട്ടാ, ഇവന്മാരെ വിളിച്ച. രാവിലെ പാപ്പിയുടെ വീഡിയോ കണ്ടുവെച്ചാൽ ഇപ്പൊ ഇങ്ങോട്ട് വന്നു. സന്തോഷം, സ്ഥിരമായിട്ട് കണ്ടോണ്ടിരിക്കുക. വളരെ സന്തോഷം. ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒന്ന് വിളിച്ചായിരുന്നു. ഫോൺ എടുത്തില്ല അല്ലേ? ഫോൺ എടുക്കത്തില്ല. ആന്റെ പേരെന്തുവാ? എന്റെ പേര് സുരേന്ദ്രൻ. ഓക്കെ. അപ്പനല്ലേ? അപ്പം 2 കളർ ചെടിയെല്ലാം വെച്ച് ശങ്കർ പോ കടിഞ്ചായ കുടിക്കുന്നു. കടിഞ്ചായ കുടി കഴിയുമ്പോൾ നേരെ കഞ്ഞിപ്പാടത്തേക്ക് പോവാം. കഞ്ഞിപ്പാടം നമ്മളൊരു ചവറ് കണ്ടായിരുന്നു, അപ്പൊ അങ്ങോട്ട് വിട്ടേക്കാം. അപ്പൊ അണ്ണാ കണ്ടതിലെ കൂടുതൽ സന്തോഷം. ശക്കറിനെയാണ് നിങ്ങളെ ഇതാക്കുന്നത്. ശക്കര കയറി അങ്ങ് ആ ഏരിയയിലെ മുഴുവൻ. അതെ ശക്കര. പച്ചയാണോ നമ്മളെ ഈ ചവറായി നോക്കുന്നത് കേട്ടാ. നമ്മൾ തിരിച്ച് കഞ്ഞിപ്പാട് പറയും. കഞ്ഞിപ്പാട് പറഞ്ഞിട്ട് ഇത് ഈ ചവറാണ് നോക്കുന്നത്. അല്ല അവിടെ ഒരു മരം പോലെ പൊങ്ങിക്കുന്നുണ്ട്. അതൊരു ചെങ്ങാടം കെട്ടിയിട്ടിരിക്കുക കേട്ടോ. ചെങ്ങാടം നമ്മളിത് ഇവിടുന്ന് വല ഇറക്കുക കേട്ടോ. അപ്പൻ അവിടെ ഇതിന് ശങ്കർപ്പോ വല ഇറക്കി കൊടുക്കും. ഞാൻ വെള്ളം ഊന്നുന്നു കേട്ടോ. ഈ ചവറാണ് നമ്മളിത് തകർക്കുന്നത്. അടി മറിഞ്ഞു പോലെ ഈ കടുക്കൂര് താന്നുണ്ടോ? ഇത്രയും താഴ്ചയല്ല കേട്ടോ. പല പുറത്തൂടെ നമ്മൾ ഇറക്കി പോരുന്നത്. ശങ്കർ ബ്രോ, ഒരു ചവിട്ടിൻ്റെ ഒറ്റ ചവിട്ടും കൂടെ ഉള്ളു.
ഊരിക്കോ ഊരിക്കോ ആ ഊരിക്കോ. ഇവിടെ നമ്മൾ മീൻപിടുത്തം കണ്ടോണ്ടിരിക്കുവാണേ. നമ്മുടെ ഈ പാലം, നമ്മുടെ കഞ്ഞിപ്പാടം പാലം പോകുന്നതുകൊണ്ട് ഒരു ചെങ്ങാടമുണ്ട്. ചെങ്ങാടം ഒരു സാധനമൊക്കെ കയറ്റി ഇറക്കി. ആ ചെങ്ങാടത്തിൻ്റെ അടി താന്ന് കിടപ്പുണ്ട്. അതായത് ഈ റോപ്പൊക്കെ കെട്ടി കയറിയിരിക്കുന്നത്. കൊടുക്കാൻ നേരെ കുഴപ്പമില്ല, നമുക്ക് പിടിച്ചു വിടാം. ശങ്കരേ പുറത്തോട്ട് വിട്ടില്ലേ? മഞ്ഞക്കുരി ചെറുപ്പമല്ല, അത് 2 മഞ്ഞക്കുരി ഇറങ്ങിപ്പോയി. ഞാൻ കൈയിട്ട് നോക്കിയോടെ വെള്ളത്തിൽ വെച്ച്. മഞ്ഞക്കുരി കലം ഉണ്ടെങ്കിൽ എടുക്കായിരുന്നല്ലോ. കുഞ്ഞും വലുതും ഉണ്ടോ? ഇതിൽ ഈ റോപ്പൊന്ന് കണ്ടിച്ചു വിട്ടടാ ശങ്കർ. ഈ റോപ്പൊന്ന് കണ്ടിച്ചു. എൻ്റെ അകത്തുനിന്ന് എടുപ്പാണ് പാട് കേട്ടപ്പ. അപ്പം ചോദിച്ചു വലുതാണോന്ന്. ഇത് വലുതാണോ? അപ്പം 2-3 ചാടിപ്പോയായിരുന്നു. അപ്പം ഞാനേ അവിടെ പറഞ്ഞോടാ ശങ്കര, കുഞ്ഞിനിടണം. അപ്പം ഇത് കുഞ്ഞാ വിട്ടാകട്ടെ. അത് ഇതിൻ്റെ അകത്ത് ടയറിനകത്ത് കയറി ഫിറ്റായതിൻ്റെ. കുഞ്ഞൻ കൂരി ഉണ്ടല്ലോ പെടണ. അത് ഒന്ന് കഴുകിയതാ. പയ്യന്ന് പോയെന്ന് പറയല്ലേ, 100 രൂപ പറ്റരുത് നമ്മുടെ പേര്. കൈ വരാനാണ് പാട്. മരുന്നേട്ടാ ആരോ നമ്മളെ പലയുടെ മൂട്ടിൽ എന്തോ എടുത്ത് എറിഞ്ഞു കേട്ടാ. കൈ വരണ്ടേ അതിൻ്റെ അന്ന്. പിന്നെ മാറ്റാം മാറ്റാം, സിമ്പിളായിട്ട് മാറ്റാം. നിൽക്കാതെ മാറ്റാം. മാറ്റാം. അപ്പം നമുക്ക് അത് മാറ്റാം. അപ്പാ ഇന്ന് കുഞ്ഞു കൂരിയാ, കുഞ്ഞാപ്പാ. അതെ വല കുറച്ച് പുറമോട്ട് മാറ്റി വിടണം. വല നമുക്ക് റിട്ടേൺ അങ്ങോട്ട് വലിക്കണ്ടേ. അപ്പൊ ഇത് നമുക്ക് പുറത്തിറക്കാം. ആ റോപ്പ് അടിച്ച് കിട്ടാം. റോപ്പ് അടിച്ച് വിട്ടാൽ പുറത്തിറക്കാം. ശങ്കര പുട്ട് പോലെ ഇറങ്ങും.
ഇത് ഭയങ്കര ഹോളാണ്. അപ്പം ഉണ്ടെങ്കിൽ താങ്ങ് ഞാനല്ലേ കറക്കി വിടട്ടെ. ബാക്കിയുള്ള കൂട്ടത്തിൽ ഇറങ്ങി പോകും കേട്ടോ. അത് നമ്മൾ അറിയത്തില്ല. അവിടെ നിർത്താ. മാറ്റി മാറ് അത്രയും മതി. നമ്മളെ വലയല്ല കേട്ടോ, വലയ്ക്കകത്ത് കെട്ടിക്കിടക്കും. ഈ വല ഇപ്പം നമ്മൾ മറിച്ച് മാറ്റുന്ന വലയാണ്. അവിടെ വേണേ കൊടുത്തോടാ. അപ്പാ ഇത് മൊത്തം ഉള്ള കേട്ടാ. അപ്പോ തല ഇങ്ങോട്ട്. പിന്നെ തെളിവായിരിക്കണം വെള്ളം. കലക്ക വെള്ളമാണേ പോയി. 7 പേരല്ലേ, അവിടുത്തെ ഒരാളാ. മുറിഞ്ഞോടാ കാല്. പായൊന്ന് പിടിച്ചെന്നേ ഉള്ളപ്പോ. വേണ്ടേ? അവൻ മുഖം നോക്കുന്നില്ലെന്നാ പറയുന്നത് കേട്ടാ. ശങ്കരേ, കല്ല കഴിപ്പുണ്ട്. നമുക്ക് വല കയറ്റി വെച്ച് തപ്പാം. ഉടക്ക എവിടെയാ വല വരുന്നില്ലേ? പോണാ പുറത്ത്. ഇത് ഇവിടെ ചുരുക്ക. ഈ ചുരുക്ക അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെടുക്കൽ. വല പൊക്കിയിടാനുള്ള കള ഒരുക്കി വയ്യ കേട്ടാ. വലക്കടിയിൽ ഒരു കരിമീൻ വെള്ളത്തിൽ മുട്ടി വരുന്നു. വലയുടെ അടിയിൽ കൂടെ നീണ്ട. ആ പൊക്കാം. ഇല്ല ഇവിടെ നോക്കിക്കടാ ശങ്കര. ശങ്കര ഇവിടെ നോക്കി. ഇവിടെ കൊഞ്ചു കുഞ്ഞിരിക്കുന്നല്ലോ. ഇതിനൊന്ന് എടുത്തോട്ടെ. കൊഞ്ചു കുഞ്ഞ് നമ്മളെ വലയെല്ലാം പൊങ്ങിയിട്ട് ഇത് നമുക്കിപ്പോൾ തപ്പിക്കിട്ടിയ മീനാണ്. അത് തപ്പിക്കിട്ടിയ മീനാട്ടോ. ഫസ്റ്റ് മൂറി. അങ്ങനൊരു പോള അവിടെ ഉണ്ടായിരുന്നല്ലേ. ഒരു കൊഞ്ച് കയറി വരുന്നുണ്ടോ? അപ്പം അതെടുക്കാം. വാഹ 2 എണ്ണം ചത്ത് കിടക്കുന്നുണ്ട്. ശങ്കര നമ്മൾ അടി ഇറങ്ങി പോകണ്ട. അടി അങ്ങോട്ടൊന്ന് വലിച്ചടാ. വലിച്ചേ അങ്ങോട്ട് പൊക്കി ഇങ്ങോട്ട് വെച്ച് പൊക്കി.
അടിവിട്ട് നീ അടിവിട്ട്. താങ്ക് താങ്ക് താങ്ക്. അപ്പൊ കിടക്കാൻ താങ്ക. അപ്പൊ എപ്പോഴും പറയാം പണിക്ക് പോകുമ്പോൾ മാത്രമേ ഇതാ വാഹ വാഹ. രണ്ടാമത്തെ വാഹ വല കയറിയാണ് അവൻ പെട്ടുപോയതാണ്. ഗ്ലാസിൻ്റെ അകത്ത് കയറി ഇരിക്കുക. ചെറിയൊരു അച്ചമ്പല്ലി അല്ലേ? ചെറിയ വെള്ളക്ക വേണമാണ്. കൊഞ്ചും കുഞ്ഞാണ്. കുഞ്ഞു കുഞ്ഞ് കുഞ്ഞു കുഞ്ഞ്. അപ്പം കൊല വെക്കാൻ പോയിട്ടില്ല. കൊഞ്ചു കുഞ്ഞു വേണ്ടല്ലേ? അപ്പം ആണോ? വേണ പുള്ളി മിണ്ടുന്ന പോലും അത് അവനെന്തോ അർത്ഥം വെച്ചാ ചെമ്പൻ കുഞ്ഞെന്ന് പറഞ്ഞു കേട്ടാ. മീൻ കണ്ടു കഴിഞ്ഞാൽ ചെമ്പൻ കുഞ്ഞിന് ഐറ്റവും മിണ്ടാട്ടവും കാണാം. രണ്ട് കരിമീൻ വെള്ളത് കാണാം. വെട്ടറിഞ്ഞല്ലേ കാണാം. പറയാണല്ലോടാ ശങ്കര. കൂടി പലതാണ് വീണോ? എവിടെ ഉണ്ട്? What's okay. വീണ് കല അളച്ചില്ലെങ്കിൽ ചവർ കരത്തിനകത്ത് വീഴും കേട്ടോ. ധർമ്മേന്ദ് അവിടെ കരിമീനുണ്ട് കേട്ടോ. നോക്കി വിട്ട കേട്ടോ. അഹങ്കാരം എന്തുമാത്രം ഉണ്ടെന്ന് മഞ്ഞക്ക് ഒരു കുഞ്ഞ്. നമ്മുടെ ലാസ്റ്റ് പോസ്റ്റാണ്.
ലാസ്റ്റ് മുറി അല്ലേ പോലടാ. ഞാൻ ഈ മൂലയൊന്ന് മാറ്റിക്കോട്ടെ. അപ്പ മൊത്തം കെട്ടിക്കിടക്കുവാണ്. ഇനി അടിച്ചോ, നീ അടിച്ചോ. ചെറുമീൻ നോക്കും. വിട്ടു അകത്ത് പുറട്ടാ. ആ ഒരു മീനുള്ളൂ, പിന്നെ ബാഹയായിരുന്നു. മീൻ പറിക്കല്ലേ, അവനാണ് ചാടണമെന്നും പറഞ്ഞ് തന്നെ ഇരിക്കുന്നു. ആണപ്പ ഒരു മീനുണ്ട്. പഠിച്ചപ്പ ചാത്തി ഒരു വെള്ളം കുടിച്ച് വയറ് നടക്കാറാണ്. വെള്ളമാണ് മുന്നക്കൂരി ആറ്റിയമ്പള്ളി. കൈ മാറി കൂരി ഇടുന്നതിന്റെ ആ കൂട്ടിക്കൊണ്ട് കൈ വെച്ചുകൊണ്ടിരിക്കും. അങ്ങോട്ട് മാറ്റി പിടിക്കാമോ? നമ്മളാ ചവറ് തള്ളി ആ പോസ്റ്റിലേക്ക് പിടിക്കുവാണെങ്കിൽ ഉടക്കം വരത്തില്ല. മഞ്ഞപ്പള്ളം മഞ്ഞപ്പള്ളം നമ്മൾ വല വെക്കാൻ തുടങ്ങിയപ്പം തൊട്ട് ഇതിലൊക്കെ നിൽക്കുന്നതാകട്ടെ. ഇന്ന് നമുക്ക് കിട്ടിയ മീനാണ് അത്. മഞ്ഞപ്പൊടി, ആറ്റിയമ്മൽ, പറഞ്ഞു, കുറുവ, തൂളി.